2022 മോഡല് എർട്ടിഗ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ എന്തൊക്കെ ക്രോം ഫിനിഷിങ്ങൾ ചെയ്യാൻ പറ്റും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എർട്ടിഗയിൽ മാക്സിമം അതിന് വരുന്ന എല്ലാ ക്രോം ഫിനിഷുകളും നമ്മളിന്ന് ഈ എർട്ടിഗയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഇതുപോലെ ക്രോം ഫിനിഷിങ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മാത്രം. ചിലപ്പോൾ മറ്റു പലർക്കും ഇതുപോലെ ക്രോം ചെയ്യുന്നത്, വണ്ടിയുമേ ക്രോം ചെയ്യുന്നത് ഇഷ്ടമല്ലായിരിക്കാം, ഡീക്രോമിങ് ആയിരിക്കാം ഇഷ്ടം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ക്രോം പ്ലേറ്റിംഗ് അതുപോലെ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോ തീർച്ചയായും കാണണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എർട്ടിഗയിൽ നമുക്ക് എത്രത്തോളം ക്രോം ഫിനിഷിങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാക്കാൻ പറ്റും. ബാക്ക് തൊട്ട് ഫ്രണ്ട് വരെ വരുന്ന എല്ലാ ഭാഗങ്ങളിലും വരുന്ന എല്ലാ ക്രോമുകളും നമ്മളിന്ന് ഈ വണ്ടിയിൽ ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ പാർട്സ് ഫിറ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ വ്യക്തമായ വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ വ്യക്തമായിട്ട് കാണുക. കൂടാതെ നമ്മൾ ഈ വണ്ടിയിൽ ഇൻറ്റീരിയർ ഒരു സ്റ്റൈലിഷ് കിറ്റ് കൂടി ചെയ്യുന്നുണ്ട്. ഇൻറ്റീരിയർ വരുന്ന ഒരു വുഡൻ ഫിനിഷിംഗ് ഉള്ള ഒരു സ്റ്റൈലിംഗ് കിറ്റ് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം. ഇതുപോലെ എല്ലാ വാഹനങ്ങളുടെയും സ്റ്റൈലിഷ് കിറ്റ് അതുപോലെ വുഡൻ ഫിനിഷ്, ഗാർണിഷ് ഇതെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് എർട്ടിഗയിൽ ചെയ്യാൻ പോകുന്ന എല്ലാ ക്രോമുകളും തന്നെ നമുക്കത് ഇമ്പോർട്ടഡ് ക്രോമുകളാണ്. എല്ലാം നല്ല ബ്രാൻഡഡ് ആണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും അതിൻ്റെ ക്വാളിറ്റി. അതേ ഷേപ്പിൽ അതേ മോൾഡിങ്ങിൽ വരുന്ന നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ. കൂടാതെ നമ്മൾ വിൻഡോ ഗാർണിഷാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുമ്പ് ആ കാണിച്ച വീഡിയോയിൽ കാണിച്ചതുപോലെ ഫോഗ് ലാമ്പിൻ്റെ ഔട്ടർ ക്രോമാണ് നമ്മൾ ഫ്രണ്ടിൽ ചെയ്തത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്കിലെ നമ്പർ പ്ലേറ്റിൻ്റെ മുകളിൽ വരുന്ന ഒരു ക്രോമാണ്. ബാക്കിൽ ഒരുപാട് ക്രോമുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ബാക്ക് എർട്ടിഗയുടെ ബാക്ക് ഭാഗം നിങ്ങളിനി ക്രോം ചെയ്തിട്ട് നോക്കിക്കോ. ഏറ്റവും ആദ്യമായി ചെയ്യുന്നത് ഡിക്കിയുടെ ഏറ്റവും അടിയിൽ വരുന്ന വലിയ സൈസിലുള്ള ഡിക്കി ബോട്ടം ഗാർണിഷ് എന്ന് പറയും ഇതിൽ. അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. കൂടാതെ ബാക്കിൽ ഒരുപാട് ക്രോം ഫിനിഷിങ് ബാക്കിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കാണാം കൃത്യമായിട്ട്.
എർട്ടിഗയുടെ പുറം ഭാഗത്ത് വരുന്ന എല്ലാ ക്രോമുകളുടെയും ഫിറ്റിങ്സ് നമ്മുടെ കഴിഞ്ഞു. അപ്പോൾ ഒരുവിധം എല്ലാ ക്രോമുകളും നമ്മൾ ഇന്ന് ഈ എർട്ടിഗയമേ നമ്മൾ ഫിറ്റിങ്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഇൻറ്റീരിയർ ഒരു സ്റ്റൈലിംഗ് കിറ്റ് എന്ന് പറഞ്ഞ ഒരു പാർട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് വുഡൻ കളറിലുള്ള സെപ്പറേറ്റ് നമ്മളതിന് സ്റ്റിക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മെറ്റീരിയലാണ് നമ്മൾ അന്ന് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ചെയ്തിരിക്കുന്ന ഓരോ പാർട്സുകളായിട്ട് നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം. ഫോഗ് ലാമ്പിൻ്റെ ക്രോം, അതുപോലെ തന്നെ ഫോഗ് ലാമ്പിൻ്റെ ഔട്ടർ ലൈൻ ക്രോമിങ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ ചെയ്തിരിക്കുന്നത് വിൻഡോ ഗാർണിഷാണ്. വിൻഡോ ഗാർണിഷ് എന്ന് പറയുന്നത് ഇതാണ് വിൻഡോ ഗാർണിഷ്. വിൻഡോ ഗാർണിഷ് ഇത് ബാക്കിലെ ഡിക്കി വരെ ഇതിങ്ങനെ പൊന്തി നിൽക്കുന്ന തരത്തിലുള്ളതാണ് വിൻഡോ ഗാർണിഷ് കേട്ടോ. അതുകൂടാതെ നമ്മളിതിൽ ചെയ്തിരിക്കുന്നത് ഹാൻഡിൽ ക്രോമും അതുപോലെ തന്നെ ബൗളും. എർട്ടിഗ എന്ന് എഴുതിയിരിക്കുന്നതാണ് ഈ ബൗൾ എന്ന് പറയുന്നത്. ഇതാണ് ഹാൻഡിൽ ക്രോം. അപ്പോൾ ഹാൻഡിൽ ക്രോമും ബൗളുമാണ് നമ്മളിതിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് ടൈൽ ലാമ്പും വരുന്ന ഈ ക്രോമാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ടൈൽ ലാമ്പ് ഫിനിഷിംഗ് എന്ന് പറയും ഇതിന്, ടൈൽ ലാമ്പ് ക്രോം എന്നൊക്കെ പറയും. അതുകൂടാതെ ഡിക്കി ടോപ്പ് ക്രോമാണ്. എർട്ടിഗയുടെ ഏറ്റവും പുതിയത് വരുന്ന എർട്ടിഗയുടെ ഡിക്കി ടോപ്പ് ക്രോം എന്ന് പറയും. അതുപോലെ തന്നെ ഇതാണ് ഡിക്കി സെൻട്രൽ ക്രോം. അതുകൂടാതെ അതിന് തൊട്ട് താഴെ വരുന്നതാണ് യു ക്രോം, നമ്പർ പ്ലേറ്റ് ക്രോം എന്നൊക്കെ പറയും, യു ക്രോം എന്ന് പറയും. പിന്നെ അതിന് തൊട്ട് താഴ്ത്ത് വരുന്നതാണ് ഡിക്കി ബോട്ടം ക്രോം. കൂടാതെ റിയർ റിഫ്ലാക്ടർ ക്രോം എന്നാണ് ഇതിനെ പറയുക. ഇത് 2 ക്രോം വരുന്നുണ്ട് 2 സൈഡിലായിട്ടും. ഇതൊക്കെയാണ് നമ്മൾ ഔട്ടറിലായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത്. കൂടാതെ പിന്നെ നമ്മൾ ഉള്ളിൽ ചെയ്തിരിക്കുന്നത് ഡോർസിൽ പ്ലേറ്റ് ആണ്. എർട്ടിഗ എന്ന് എഴുതിയിട്ടുള്ള ഒരു ചവിട്ടി കയറുന്ന ആ സ്റ്റെപ്പിൽ വയ്ക്കുന്ന ഒരു പ്ലേറ്റാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ഇത് 4 ഡോറുമേ നമ്മൾ ഇതിൻ്റെ ഫിനിഷിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടാതെ നമ്മൾ ഇതിന് ചെയ്തിരിക്കുന്നത് വുഡൻ ഫിനിഷ് കിറ്റാണ്. ഇൻറ്റീരിയർ സ്റ്റൈലിഷിംഗ് കിറ്റ് എന്ന് പറയും. ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ ഡോറുമ്മ കാണുന്ന ഈ 2 ഐറ്റം ഇതാണ് ഇൻറ്റീരിയർ സ്റ്റൈലിഷിംഗ് കിറ്റ്. കൂടാതെ ഡാഷ്ബോർഡും വരുന്ന ഈ ഒരു ഐറ്റം. പിന്നെ അതേ സ്റ്റീരിയോ പാനലിന് ഉള്ളിൽ കൂടെ കടന്നു പോകുന്ന തരത്തിലുള്ള ഒരു ഫ്രെയിമിങ്. കൂടാതെ നമുക്ക് ബാക്ക് ഡോറിലും
ഇതേ ഗാർണിഷ് തന്നെ നമുക്ക് ബാക്ക് ഡോറിലും വരുന്നുണ്ട്. 4 ഡോറിലും നമുക്ക് ഈ ഫിനിഷിങ് വരുന്നുണ്ട്. ഫ്രണ്ട് ഡോറിലും ലെഫ്റ്റ് സൈഡിലും ആ ഫിനിഷിങ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ സ്റ്റൈലിഷിങ് കിറ്റ്. അപ്പോൾ ഇതാണ് എർട്ടിഗയുടെ ഇൻറ്റീരിയർ സ്റ്റൈലിഷിങ് കിറ്റ് കേട്ടോ. 2 ഡോറിൽ, ഫ്രണ്ടിലത്തെ 2 ഡോറിൽ 2 പീസ് വരും. അതുപോലെ സെൻറ്ററിലൊരു കൺസോൾ സ്റ്റീരിയോ പാനൽ അടക്കമുള്ളത്. അതുകൂടാതെ ഈ ഡോറുമ്മേ 2 പീസും, കൂടാതെ ബാക്ക് ഡോറിൽ ഇതുപോലെ 2 ഡോറിൽ 2 പീസും. ഇതൊക്കെയാണ് സ്റ്റൈലിഷിങ് കിറ്റായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ എർട്ടിഗയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് വിൻഡോ ഫ്രെയിമിങ്, അതുപോലെ തന്നെ ഗാർണിഷുകൾ, ക്രോം ഫിനിഷുകൾ എല്ലാം നമ്മുടെ വർക്കുകളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മളെ അറിയിക്കുക, നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല നല്ല വീഡിയോസുമായി ഞാൻ വീണ്ടും വരും. അതുവരെ ടാറ്റ, ബൈ ബൈ. Okay.